ഏതായാലും പി സി ജോർജിന്റെ വിജയം ഒരു രാഷ്ട്രീയ പെരും ജോത്സ്യന്റെ കച്ചവടം പൂട്ടിച്ചു. ഇതായിരുന്നു ആ പ്രവചനക്കാരൻ. പി സി ജോർജ് 3ാം സ്ഥാനത്തിന് വേണ്ടി മരണപ്പെടുത്തം നടത്തുക. തെരഞ്ഞെടുപ്പാകുമ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടാകും. ഒരു വാക്കങ്ങ് പിഴച്ചു പോയാൽ സകലതും തകർന്നുപോയി എന്ന് വരാം. സ്ഥിരം രാഷ്ട്രീയക്കാരനായ കെ എം മാണി സാറിന് പോലും ഇത് പറ്റിയെങ്കിൽ വല്ലപ്പോഴും രാഷ്ട്രീയം പയറ്റുന്ന പണ്ഡിതന്മാരുടെ കാര്യം പറയാനുണ്ടോ? ഇങ്ങനെയുണ്ടായിരുന്നു ഒരാഹ്വാനം. മണ്ണാർക്കാട് 2 മനുഷ്യന്മാരെ കൊന്നിട്ട് അറസ്റ്റ് ചെയ്തു. 2ാം ദിവസം ജാമ്യത്തിൽ വിട്ടിട്ട് പിന്നെയും അവർക്ക് നടക്കുക തന്നെയാണ് നമ്മുടെ ആളുകളെ ആക്രമിച്ചത്. അതിന് ഫുള്ളായിട്ട് സഹായം ചെയ്തു കൊടുക്കാൻ ഒരു MLA ഉണ്ട്. നിങ്ങളെ അയാളെ ജയിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, ശക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു കാലത്തും അയാളെ ജയിപ്പിക്കാൻ പാടില്ല, അയാൾ ഈ രാജ്യത്തിന്റെ ദ്രോഹിയാണെന്ന് അവിടെ പോയിട്ട് നമ്മളെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ആഹ്വാനത്തിൽ ഒതുക്കിയില്ല. കാന്തപുരം മുസ്ലിയാരുടെ ആളുകൾ മണ്ഡലത്തിൽ പോയി ഷംസുദ്ദീനെതിരെ പ്രചരണവും നടത്തി. അതിന്റെ ഫലമുണ്ടായത് ഇങ്ങനെയാണ്. യാഥാസ്ഥിക മതമൗലികവാദികളായിട്ടുള്ള പണ്ഡിതന്മാരുടെ പ്രഖ്യാപനത്തെ എല്ലാ അർത്ഥത്തിലും തള്ളിക്കളഞ്ഞിരിക്കുക. താങ്കൾക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷം നേടിത്തന്നത് കാന്തപുരത്തിന്റെ പ്രസ്താവനയാണ്. ആ അമർഷം ഒരു ഘടകമാണ്. ഞാൻ പറയുന്നത് മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം. UDF തരംഗമുണ്ടാകുമ്പോൾ UDFന്റെ കൂടെ, LDF തരംഗമുണ്ടാകുമ്പോൾ LDFന്റെ കൂടെ, അങ്ങനെ നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ UDF തരംഗത്തിൽ ഞാൻ 8000 വോട്ടിനാണ് ജയിച്ചത്. അതിനേക്കാൾ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ എന്നെ ജയിപ്പിച്ചതിൽ ഈ മതമൗലികവാദിയുടെ പ്രസ്താവനക്ക് വലിയ പങ്കുണ്ട്. എന്നാൽ അതൊരു ആഹ്വാനമോ പ്രഖ്യാപനമോ ആയിരുന്നില്ലത്രേ, വെറുമൊരു അഭിപ്രായം പറഞ്ഞതാണ്. കൊലപാതകത്തിന് കൂട്ടുനിന്ന ആളെ പരാജയപ്പെടുത്തുകയാണ് വേണ്ടത് എന്നും ആണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ അതൊരു പ്രഖ്യാപനമായിട്ടോ പ്രസ്താവനയായിട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഒരു മണ്ഡലം മാത്രമൊന്നല്ലല്ലോ കേരളം, ഒരുപാട് മണ്ഡലമുണ്ട്. അതിൽപ്പെട്ട ഒരു മണ്ഡലം അതാണ്. അവിടെ അയാൾ പരാജയപ്പെട്ടിട്ടില്ല, ജയിച്ചു. അതേസമയത്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ BJPക്ക് അവിടെ ഒരുപാട് വോട്ടുണ്ടായിരുന്നു. ഈ കൊല്ലം ആ വോട്ടൊന്നും കാണുന്നില്ല. അതൊക്കെ എവിടെ പോയി എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് അത്തരം പരിശോധനയിലേക്കും ഒരു താരതമ്യ പഠനത്തിലേക്കും ഞാൻ മുതിരുന്നില്ല. സ്ഥിരം രാഷ്ട്രീയക്കാരനല്ലെങ്കിലും കാന്തപുരം മുസ്ലിയാര് നന്നായി രാഷ്ട്രീയം പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ പറഞ്ഞത് കേട്ടില്ലേ? സുന്നികളുടെ വോട്ട് ലീഗിനെതിരെ ചെയ്തപ്പോൾ ലീഗ് അതിന്റെ സ്ഥാനാർത്ഥി തോൽക്കാതിരിക്കാൻ BJPയുടെ വോട്ട് വാങ്ങി എന്നാണല്ലോ ഈ പറഞ്ഞതിന്റെ മലയാളം. ഏതായാലും മുസ്ലിയാരുടെ രാഷ്ട്രീയ വിശകലന പാടവത്തെ സമ്മതിച്ചുകൊണ്ട് ഒരിടവേളയിലേക്ക് കടക്കുന്നു. അത് കഴിഞ്ഞാൽ വേറൊരു വിജയം ആഘോഷിക്കാനുണ്ട്. നെടുമങ്ങാട്ടെ CPI സ്ഥാനാർത്ഥി C. ദിവാകരൻ